ഹായ് ഹലോ. ടർബോ നമ്മുടെ മമ്മൂക്കയുടെ സിനിമ. വൈശാഖാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. മിഥുൻ മാനുവൽ തോമസിന്റെ സ്ക്രിപ്റ്റ്. മമ്മൂട്ടി കമ്പനി തന്നെയാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് അതുകൊണ്ട് തന്നെയാണ് മമ്മൂട്ടി കമ്പനിയുടെ സിനിമ തന്നെ ആയതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ഫസ്റ്റ് ഷോ കാണാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത്. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, മമ്മൂട്ടി കമ്പനി ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും മോശം സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഞാൻ തമിഴിൽ പറഞ്ഞ പോലെ പഴയ വീഞ്ഞ്, അത് അധികം വീര്യമില്ലാത്ത വീഞ്ഞ് പുതിയ കുപ്പിലാക്കാൻ ശ്രമിച്ചു. പക്ഷെ അത് ഒരുപാട് അങ്ങ് വർക്കായിട്ടില്ല. തിയേറ്ററിലേക്ക് ഒരു പേപ്പറും ഒരു പേനയുമായിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് നമുക്ക് അടുത്തടുത്ത സീനുകൾ എന്താണെന്ന് തൊട്ട് മുമ്പ് നമുക്ക് എഴുതി വെക്കാൻ കഴിയും. ആ രീതിയിലുള്ള പ്രഡിക്ഷൻ ആയിരുന്നു സിനിമ. സിനിമ എന്ന് കരുതി ഭയങ്കര മോശം സിനിമയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ മമ്മൂട്ടി കമ്പനിയുടെ ഒരു ബാനറിൽ ഇങ്ങനെ ഒരു സിനിമ എന്തുകൊണ്ട് എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നിരാശയായിരുന്നു. കാരണം മമ്മൂക്ക കുറെ നാളുകളായിട്ട് അദ്ദേഹത്തിന്റെ ട്രാക്ക് നമുക്കറിയാലോ, മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ ചെയ്തിരിക്കുന്നതും അല്ലാത്തതായിട്ടുള്ള സിനിമകളുടെ ഒരു ട്രാക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ ഗംഭീരമായി പോയിക്കൊണ്ടിരിക്കുന്ന മമ്മൂക്കയുടെ ട്രാക്ക് ഇങ്ങനെ ഒരു സിനിമ എടുത്തിട്ട് അതൊരു വേസ്റ്റ് ആക്കേണ്ടിയിരുന്നില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. വൈശാഖ സ്ഥിരം പരിപാടിയൊക്കെ തന്നെ എന്തുകൊണ്ടാണ് മോശമായത്, അത് ഒരുപാട് ഘടകങ്ങളുണ്ട്. അത് എന്തുകൊണ്ടാണ് മോശമായെന്നൊക്കെ ഞാൻ പറയാം. അതിന് വരുന്നതിന് മുമ്പ് സിനിമയുടെ അണിയറ പ്രവർത്തകരായിട്ട് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ക്രിസ്റ്റോ സേവ്യർ. നമ്മുടെ ബ്രഹ്മയുഗത്തിൽ അദ്ദേഹത്തിന്റെ ഗംഭീരമായ ഒരു ട്രാക്ക് നമ്മൾ കണ്ടതാണ്. ഈ സിനിമയിലും അത്യാവശ്യം ഈ സിനിമക്ക് വേണ്ട, ഈ സിനിമ അങ്ങനത്തെ ഒരു മസാല സിനിമയാണല്ലോ, അപ്പോൾ അതിന് വേണ്ടതായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ടെക്നിക്കലി എനിക്ക് കുറച്ചുകൂടി കണക്ട് ആയത്, കുറച്ച് മികച്ച് നിൽക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ്. ക്യാമറ ചെയ്തിരിക്കുന്നത് വിഷ്ണു ശർമ്മ. അദ്ദേഹം വൈശാഖിന്റെ സ്ഥിരം സിനിമകളിൽ കാണുന്ന കുറെ ചേരുവകൾ ഈ സിനിമയിൽ കാണാം എന്നുള്ളത് കൊണ്ട് വലിയ പുതുമയൊന്നും പലയിടത്തും തോന്നിയില്ല. പക്ഷെ ചില ഏരിയകളിലൊക്കെ, ഫൈറ്റ് സീനുകളിലൊക്കെ വരുന്ന ചില ഏരിയകളിലൊക്കെ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എഡിറ്റർ ഷമീർ മുഹമ്മദും ഈ പറയുന്ന പോലെ ഈ പടത്തിന് പറ്റേണ്ടതായിട്ടുള്ള രീതിയിൽ സിനിമ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ടെക്നിക്കലി വലിയ കുഴപ്പമില്ലാതെ മേക്കിങ്ങിലൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ സ്ക്രിപ്റ്റ് എനിക്ക് ഇങ്ങനെ മമ്മൂക്ക എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് തിരഞ്ഞെടുത്തു എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര നിരാശയായിട്ട് തോന്നും. പിന്നെ പെർഫോമൻസ് വൈസ് മമ്മൂക്ക നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ടർബോ ജോസ് എന്ന ക്യാരക്ടർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ മമ്മൂക്കയ്ക്ക് അങ്ങനെ എന്താ പറയാ, ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു റോളൊന്നും അല്ല മമ്മൂക്ക ചെയ്തിട്ടുള്ളത്. പക്ഷെ എനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ബിന്ദു പണിക്കന്റെ ക്യാരക്ടറാണ്. ബിന്ദു പണിക്കർ ആ ക്യാരക്ടർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ആ മീറ്റർ പിടിച്ച് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്ന് പറയുമ്പോൾ പോലും അങ്ങനെ എന്താ പറയാ, ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഒന്നുമല്ല. നമ്മുടെ ഈ പറയുന്ന ഒളിമ്പ്യൻ അന്തോണി ആയത്തിൽ മോഹൻലാലിന്റെ അമ്മച്ചിയായിട്ടുള്ള പെരട്ടത്തള്ള എന്ന് പറയുന്ന ക്യാരക്ടർ ഇതുപോലത്തെ ഒരു ക്യാരക്ടർ. അതുപോലെ തന്നെ നമ്മുടെ പോത്തൻ ബാവ സിനിമയിൽ മമ്മൂക്കയുടെ തന്നെ അമ്മയായിട്ട് അഭിനയിക്കുന്ന അങ്ങനത്തെ ഒരു അമ്മച്ചി ക്യാരക്ടറാണ് ബിന്ദു പണിക്കർ. പക്ഷെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ രാജ്ബി ഷെട്ടി അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള ഒരു സ്വാഗം പരിപാടിയൊക്കെ, അദ്ദേഹം നടന്നു വരുമ്പോൾ ഉള്ള ഒരു സ്വാഗം എല്ലാം ഗംഭീരമായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ക്യാരക്ടർ എനിക്ക് നന്നായിട്ട് വർക്കായി. പിന്നെ എനിക്ക് വർക്കാവാതെ പോയത് സുനിലിന്റെ ക്യാരക്ടറാണ്. കോമഡി പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനി കോമഡി പീസ്. അങ്ങനെ ഒരു ആക്ടറെ മലയാളത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ, എനിക്ക് അദ്ദേഹത്തിന്റെ തുടക്കം ഫസ്റ്റ് അദ്ദേഹത്തിനെ കാണിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഈ ക്യാരക്ടർ എന്താണ് പരിപാടി എന്നുള്ളത് മനസ്സിലായി. ഭയങ്കര കോമഡി ആക്കി കളഞ്ഞ് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. അങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്നിട്ട് മലയാളത്തിൽ അങ്ങനെ ആക്കിയതിനോട് എനിക്ക് യാതൊരു വിധത്തിലുള്ള യോജിപ്പില്ല. പിന്നെ അഞ്ജന ജയപ്രകാശ് ആസ് യൂസ്വൽ ഒരു നായിക, ഒരു നോർമൽ ഒരു നായികയുടെ പരിപാടി വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള അഭിനയിക്കാനുള്ള ഒരു പരിപാടിയൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ജോണി ആന്റണി ചെറിയൊരു ക്യാരക്ടറിൽ വന്നിട്ടുണ്ട്. നിരഞ്ജൻ അനൂപ്, ശബരീഷും നിരഞ്ജനക്കൊക്കെ ഒരുപാട് സ്ക്രീൻ സ്പേസ് ഒന്നുമില്ല, പക്ഷെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടർ തന്നെയാണ്. അങ്ങനെയാണ് പെർഫോമൻസിന്റെ ഒരു ലെവൽ പോണത്. സിനിമയുടെ പ്രധാനപ്പെട്ട പോരായ്മകളിലേക്ക് കടക്കുമ്പോൾ എനിക്ക് മിഥുൻ മാനുവൽ എന്ന സ്ക്രിപ്റ്റ് റൈറ്ററിന് ഒരു അല്പം പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് മമ്മൂക്ക നന്നായിട്ട് കഥ കേൾക്കുന്ന ആളാണ്, നല്ല അപ്ഡേറ്റ് ആയിട്ടിരിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും പുതുമ കാണും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ വളരെ ഭയങ്കരമായിട്ട് നിരാശപ്പെടുത്തി കളഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു പേപ്പറും പേനയുമായിട്ട് തിയേറ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഓരോ സീനും അതിന് തൊട്ട് മുമ്പ് നമുക്ക് എഴുതി വെക്കാൻ കഴിയും. അത്രയ്ക്ക് എന്താ പറയാ, പ്രെഡിക്റ്റബിൾ ആയിരുന്നു. ഒരു രീതിയിലും പുതുമയില്ലാത്ത, ഒരു ഫ്രഷ്നെസ്സും ഇല്ലാത്ത തരത്തിലുള്ള ഒരു സിനിമ. പക്ഷെ മേക്കിങ്ങിൽ എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ കുറെയൊക്കെ പാളിപ്പോയി. കാരണം വൈശാഖ് എന്ന് പറയുന്ന മോൺസ്റ്റർ എന്ന് പറയുന്ന സിനിമ എന്താ പറയാ, അട്ട ഫ്ലോപ്പ് എന്ന് പറയേണ്ടി വരും. ആ ഫ്ലോപ്പിന് ശേഷം അദ്ദേഹം
കുറേയും കൂടി പാഠങ്ങൾ പഠിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഭയങ്കരമായിട്ട് നിരാശപ്പെടുത്തി കളഞ്ഞു. പിന്നെ ക്ലൈമാക്സിൽ ഒരു ഫൈറ്റ് സീനും പരിപാടിയൊക്കെ ഉണ്ട്. എനിക്ക് സ്ക്രിപ്റ്റിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നിയത് ഉദയകൃഷ്ണയുടെ സ്ക്രിപ്റ്റ് മോഷ്ടിച്ച് മിഥുൻ മാനുവലി കൊണ്ട് കൊടുത്തതായിട്ടൊക്കെ എനിക്ക് വേണമെങ്കിൽ തമാശ രൂപയിൽ പറയാം. കാരണം അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഉദയകൃഷ്ണ സ്ഥിരം ക്ലീശേ പരിപാടികളൊക്കെ എഴുതി കൂട്ടാറുണ്ടല്ലോ, അത്തരത്തിലൊരു സ്ക്രിപ്റ്റ് മിഥുൻ മാനുവലി എങ്ങനെ അവതരിപ്പിക്കും എന്നുള്ള രീതിയിലാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അത്രയ്ക്ക് എന്താ പറയാ, യാതൊരു വിധത്തിലുള്ള ഫ്രഷ്നെസ്സും ഇല്ലാത്തൊരു സ്ക്രിപ്റ്റ്. പിന്നെ അതിനു മുകളിൽ വൈശാഖിന്റെ സ്ഥിരം പരിപാടി, സ്ഥിരം ഡയറക്ഷനും കൂടി ആകുമ്പോൾ അത്ര അങ്ങ് ആസ്വദിക്കാൻ, മുഴുവനായിട്ട് നമുക്ക് ഇൻവോൾവ് ചെയ്ത് ആസ്വദിക്കാൻ കഴിയാത്ത രീതിയിലായിപ്പോയി. പക്ഷെ നല്ല കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഫൈറ്റ് 2-3 ഫൈറ്റ്, ആദ്യത്തെ തുടക്കത്തിലുള്ള ഫൈറ്റ് ഒരു നോർമൽ ഫൈറ്റ് ആയിട്ടാണ് തോന്നിയത്. പക്ഷെ ക്ലൈമാക്സിൽ ഒരു ഫൈറ്റ് ഉണ്ട്, ഗംഭീരമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. രാജീവ് ഷെട്ടിയുടെ അവരുടെ ഒരു ഗോഡൌണിൽ ഉള്ളൊരു പരിപാടി, ഒരു ഫാക്ടറിയിൽ, മീൻ ഫാക്ടറിയിലുള്ള ഒരു ഫൈറ്റ്. പക്ഷെ അത് ഗംഭീരമായിട്ട് നമുക്ക് നല്ല ഇമ്പാക്റ്റോട് കൂടി ഗംഭീരമായിട്ട് ആസ്വദിച്ച് വരുമ്പോൾ തന്നെ അപ്പോഴത്തേക്ക് ഒരു ക്ലീശ പരിപാടി വന്നു. വേറെ ഒന്നല്ല, നമ്മുടെ പുലിമുരുകനിലൊക്കെ ഒരു ഗ്യാങ് ഫൈറ്റിന് വിടുന്നു, ആ ഗ്യാങ്ങിനെ നായകനടിച്ച് ഇടുന്നു, അടുത്ത ഗ്യാങ് വരുന്നു, അടുത്ത ഗ്യാങ്ങിനെ ഇടിച്ചിടുന്നു, പിന്നെ മൂന്നാമത്തെ, നാലാമത്തെ, അങ്ങനെ ഗ്യാങ് ഓഫ് മറ്റേ വില്ലന്മാരെ ഇങ്ങനെ പറഞ്ഞു വിടുന്നു, ബമ്പറാക്കുന്നു. അത് സ്ഥിരം പരിപാടി തന്നെ. അതിനിടയ്ക്ക് പുലിമുരുകനിലെ നമ്മുടെ ചൈനക്കാരല്ല, നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ ഭാഗത്തുള്ള ഭായിമാരെ കൊണ്ടുവന്ന് ഒരു മാർഷൽ ആർട്ട് പോലെയുള്ള ഒരു ഫൈറ്റ്, അങ്ങനത്തെ ടൈപ്പ് ഫൈറ്റ് വന്നപ്പോൾ ഭയങ്കര ക്രഞ്ച്, ഭയങ്കര ക്ലീശയായിട്ട് തോന്നി. നല്ല ഫൈറ്റ് ആയിട്ട് നമ്മൾ ആസ്വദിച്ച് വരുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള പരിപാടികൾ. അപ്പോ എന്താ പറയാ, അങ്ങനത്തെ ഒരു പുതുമയില്ലാത്ത ഒരു സ്ക്രിപ്റ്റില് ഒരു പുതുമയില്ലാത്ത ഡയറക്ഷൻ എന്നാണ് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത്. പിന്നെ ഇടയ്ക്ക് ഒരിടത്ത് രാജ്ബി ഷെട്ടി വന്ന് പറയുന്നുണ്ട് വാട്ട് ബ്ലഡി ക്ലീഷേ എന്ന് പറയുന്നുണ്ട്. ആ സിനിമയിൽ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിരിക്കുകയാണ്. അത് വെള്ളിടി വെട്ടിയ പോലെയായി. എനിക്ക് തോന്നുന്നത് സെൽഫ് ട്രോൾ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. വൈശാഖും അതുപോലെ തന്നെ മിഥുൻ മാനുവലും സെൽഫ് ട്രോൾ ആയിട്ട് ആ ഡയലോഗ് എഴുതി വെച്ചതാണോ എന്ന് പോലും എനിക്ക് തോന്നി. ഒരു പ്രധാനപ്പെട്ട ഒരു ക്ലീഷേ സംഗതി നടന്നതിന് ശേഷം വില്ലൻ പറയുന്ന ഒരു ഡയലോഗാണ്. അപ്പോ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർ ക്ലീശയാണെന്ന് വിചാരിച്ചിട്ട് സെൽഫ് ട്രോൾ ആക്കി ഇറക്കിയതാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ സിനിമയിൽ വരികയാണെന്നുണ്ടെങ്കിൽ വലിയ സ്പോയിലർ ഇല്ലാതെ നമുക്ക് ട്രെയിലറിൽ നിന്ന് തന്നെ വ്യക്തമാവും. ടർബോ ജോസ് എന്ന് പറയുന്ന നാട്ടിലെ ഒരു ചെറിയൊരു ഗ്രാമപ്രദേശത്ത് ഇടുക്കി ജില്ലയിൽ താമസിക്കുന്ന ഒരു അമ്മയുടെ ബിന്ദു പണിക്കറിന്റെ പെറ്റായിട്ടുള്ള ഒരു മമ്മൂട്ടിയുടെ ക്യാരക്ടർ, പിന്നെ കൂട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ കാര്യമായിട്ട് നാട് വിടുന്നു, ചെന്നൈയിൽ പോകുന്നു. പിന്നെ അവിടെയുള്ള കുറെ കാര്യങ്ങളാണ്. ബാങ്ക് റോബറിയുമായി ബന്ധപ്പെട്ട ഒരു വലിയൊരു ഗ്യാങ്, പ്രധാന പ്രതിനായകന്മാര് നിൽക്കുന്ന വലിയൊരു ഗ്യാങ് അവിടെ ഈ പറയുന്ന ബാങ്ക് റോബറിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നു. മമ്മൂക്കയുടെ പ്രധാനപ്പെട്ട ആളുകൾ അതിന്റെ ഭാഗമാവുന്നു. സ്ഥിരമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈപ്പ് ഓഫ് പരിപാടികളൊക്കെ തന്നെ. അത് എനിക്ക് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ എന്തുകൊണ്ട് മമ്മൂക്ക എന്നാണ് നമ്മളിങ്ങനെ ഒരു സിനിമ, ഒരു സാധാരണ സിനിമയായിട്ട് നമ്മൾ വിട്ടേ, പക്ഷെ എന്തുകൊണ്ട് മമ്മൂക്ക എന്ന് പറയുമ്പോഴാണ് അതിന്റെ പ്രശ്നം. കുറെ നാളുകൾക്ക് ശേഷം എന്താ പറയാ, ഒരു അടിപ്പടവുമായിട്ട് മമ്മൂക്ക വരികയാണ്, ഫാൻസിന് വേണ്ടിയിട്ടുള്ള ഒരു അടിപ്പടവുമായിട്ട് വരികയാണ്. പക്ഷെ അപ്പോ പോലും എന്തെങ്കിലും ഒരു പ്രതീക്ഷ, ഒരു ഫ്രഷ് പരിപാടി മമ്മൂക്കയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കും. പ്രത്യേകിച്ച് മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന ഗംഭീര പ്രൊഡക്ഷന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ഒരു പരിപാടി ഒന്നും വർക്കായില്ല. മേക്കിങ്ങിലൊക്കെ എന്തൊക്കെയോ പരിപാടികൾ അവിടെ ഇവിടെയൊക്കെ നന്നായിട്ട് എനിക്ക് തോന്നി. ഞാൻ ഒട്ടും മോശമാണെന്നല്ല പറയുന്നത്, ബാക്ക്ഗ്രൗണ്ട് സ്കോറും നന്നായിട്ട് തോന്നി. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് പേഴ്സണലി, ഇത് എന്റെ അഭിപ്രായമാണ് കേട്ടോ. അതിന് മറ്റുള്ളവർക്ക് എങ്ങനെയാണ് ഇത് വർക്കാവുക എന്ന് എനിക്കറിയില്ല. അപ്പോ സിനിമ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്റെ അഭിപ്രായത്തോട് യോജിക്കാം. അതൊക്കെ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വരാം. ബൈ ബൈ.